ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ വൻപയർ വെച്ചിട്ട് ഒരു പുളിങ്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. ഇത് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ഐറ്റം ആണ്. വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കുക, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനു വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അധികം വലിച്ചു നീട്ടാതെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പൊ ആദ്യം ഞാനൊരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓവർനൈറ്റ് കുതിർത്തി വെച്ചിരുന്ന അരക്കപ്പോളം വൻപയറാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പൊ ഈ ഓവർനൈറ്റ് കുതിർക്കാനുള്ള ടൈം ഇല്ല, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും എളുപ്പവഴിയുണ്ട്. ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നാലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഈ വൻപയറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വൻപയറൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പൊ വെന്ത് വരാൻ വേണ്ടിയിട്ടല്ല, അതിലും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ട് കിട്ടുന്ന ഒരു കറിയാണ്. അപ്പൊ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും കേട്ടോ. കാര്യം ഇത് കുതിർന്ന് ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ ഒരു 3 വിസിൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഇതുവരെയും ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിന് ഒരു മിക്സിയുടെ ജാർ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ആയിട്ട് ചിരകി എടുത്ത തേങ്ങയാണ്. അപ്പൊ ഞാൻ കയ്യിൽ എടുക്കുന്നത് കൊണ്ട് ഒരു കൈയും ഒരു കൈപ്പിടിയും ഒരു ഇത്തിരിയും കൂടെ തേങ്ങ, ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, തേങ്ങ മാത്രമേ അരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതാണ്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ വൻപയറൊക്കെ 3 വിസിലൊക്കെ കേട്ടിട്ട് സ്റ്റീമൊക്കെ പോയിരിക്കുകയാണ്. വേണ്ട, വൻപയറൊക്കെ നല്ല സെറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ, കൈ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് അമുങ്ങുന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്തു എന്നാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വിസിൽ കേൾപ്പിച്ചേക്കണേ. അപ്പൊ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാണ് ഇതുപോലെ വെന്ത് കിട്ടണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഇതുപോലെ വെന്ത് കിട്ടണം. അപ്പം ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. അപ്പൊ ഞാൻ പുളിവെള്ളം എടുക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ ഒരു ചെറിയ നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞെടുത്തതാണ്. വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് തിളച്ച് വന്നിട്ട് ഒഴിച്ചു കൊടുത്താലും മതി, പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കറി അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അരപ്പ് വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ല, കറി ഇത്രയും ലൂസ് ആക്കണ്ടെങ്കിൽ നമുക്ക് ഈ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം വെച്ചാൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പുളിവെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അതുമല്ല നമ്മൾ വൻപയർ വേവിച്ചപ്പം കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. അപ്പം നോക്കിയപ്പോഴും അല്പം ഉപ്പ് കുറവുണ്ട്. അപ്പം കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കാം. ഇനി ഇത് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വറ്റിച്ചെടുക്കാം. അപ്പൊ ഇത് ഒരു 2-3 തിള വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ദാണ്ടെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വൻപയർ പുളിങ്കറി അല്ലേ, നല്ല ലൂസായിട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കുഞ്ഞ് താളിപ്പും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുഞ്ഞുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി ഒരു 3-4 എണ്ണം എടുത്ത് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉള്ളിയുടെ കളർ ഉണ്ടല്ലോ, അത് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് എത്തുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കണേ.
ഇപ്പൊ ദാണ്ടെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ദാണ്ടെ ബ്രൗൺ കളറിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത്ര മാത്രം ഒന്ന് വഴറ്റിയാൽ മതി. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മുടെ വൻപയർ പുളിങ്കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ താളിപ്പും കൂടെ ആകുമ്പോഴാണ് കേട്ടോ കറി സെറ്റ് ആവുന്നത്. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി താളിപ്പ് ചേർത്ത ഉടനെ അങ്ങനെ മിക്സ് ആക്കണമെന്നൊന്നും ഇല്ല, വേണമെങ്കിൽ ഒന്ന് മിക്സ് ആക്കാം. അപ്പൊ കുറച്ച് സമയം ഇത് അവിടെ ഒന്ന് ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പാലക്കാടിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വൻപയർ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ആരെങ്കിലും പാലക്കാടുകാരന്റെ വീഡിയോ കണ്ടിട്ട് ഇത് ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞാൽ തെറി വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. തനതായ രീതിയാണോ ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.